നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോ Y31 എന്ന മോഡലിൻ്റെ ക്യാമറ റിവ്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുതൽ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന അൺബോക്സിങ് വീഡിയോകളുടെ എല്ലാ ഫോണുകളുടെയും ക്യാമറ റിവ്യൂവും അതുപോലെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് വിവോ Y31 എന്ന മോഡലിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് ഒരു ഔട്ട്ഡോറിലാണ്, പുറത്ത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഫുൾ HD+ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോറിൽ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോകളും അതുപോലെ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്പ്ലേ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസൈനെക്കുറിച്ചും അതുപോലെ ബാറ്ററി, സ്റ്റോറേജ്, പെർഫോമൻസ്, പ്രോസസ്സറിനെ കുറിച്ചൊക്കെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വിവോ Y31 എന്ന മോഡലിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ, ഇൻഫർമേഷൻ വീഡിയോകൾ, സർവീസ് വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോയ്ക്കകത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് മുൻപ് ഞാൻ പറയട്ടെ, ഈ ഒരു ഫോണെന്നല്ല ഏതൊരു മൊബൈലായാലും, ഇപ്പോൾ iPhone 12 Pro Max ആയാലും സാംസങ് S21 Ultra ആയാലും ഏതൊരു ഫോണായാലും നമ്മൾ ക്യാമറ ഫോട്ടോസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാമറ ലെൻസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു ഫോണായാലും നമ്മൾ ക്യാമറ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും കുറച്ചുകൂടി ഒരു പകുതിയിൽ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് ഫോണിൻ്റെ മെയിൻ ക്യാമറ. നമ്മൾ ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലാണ്. അപ്പോൾ നമുക്ക് 48 മെഗാപിക്സൽ ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ഒരു മോഡ് കൂടി വേറെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നോർമൽ ക്യാമറ ഒരു ഫോട്ടോ മോഡിലാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും നല്ലൊരു ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചെടികളുടെ കളറൊക്കെ നമുക്ക് അധികം ഓവർ സാച്ചുറേഷൻ ഇല്ലാതെ തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മൾ ആ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാലും അത് സൂം ചെയ്താലും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി കിട്ടുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. നമ്മളിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയ്ക്കകത്ത് 1-2 സാമ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോട്ടോ എന്ന് പറയുന്നത്, അതായത് ഒരു ഫോട്ടോ മോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. ഇതൊരു 48 മെഗാപിക്സലിലല്ല നമ്മളിപ്പോൾ എടുത്തത്, ഇപ്പോൾ നമ്മൾ നോർമൽ ക്യാമറയിലാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മളിതിൻ്റെ മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോർട്രേറ്റ് ലൈറ്റ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തന്നെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല. പിന്നെ വരുന്നത് നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പകലും രാത്രിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു കുറച്ചുകൂടി വെളിച്ചത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കകത്തും ഈ നൈറ്റ് മോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതന്നെ വീഡിയോ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഞാനൊരു ഒരു സാമ്പിൾ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് മോർ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡിനകത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ നമുക്കിതിനകത്ത് എടുക്കാൻ സാധിക്കും. പിന്നെ പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, ഡോക്യുമെൻറ്റ് മോഡ്, അങ്ങനെ കുറേ മോഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം സ്ലോ മോഷനും ടൈം ലാപ്സും അപ്പോൾ അതുപോലെ പ്രൊഫഷണൽ മോഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റിങ്സിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിവോ Y31 എന്ന മോഡൽ ഒരിക്കലും ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണല്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അതുപോലെ നല്ലൊരു റാമുള്ള ഫോണാണ്, നല്ലൊരു ബാറ്ററി ഉള്ള ഫോണാണ്. അങ്ങനെ നല്ല പെർഫോമൻസിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഫോണാണ്. അതായത് നമുക്ക് ബിലോ 17K നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഓഫ്ലൈനിൽ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് വിവോ Y31 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ക്യാമറ തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ ചെടികളുടെ ഒരു ഗ്രീൻ കളറൊക്കെ അധികം ഓവർ സാച്ചുറേഷൻ കൊടുക്കാതെ തന്നെ നല്ലൊരു നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഫോക്കസിങ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് ഫോക്കസ് ആകുന്നുണ്ട്. അതായത് ഓരോ ചെറിയ ഇലകൾ വരെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസിങ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സെൽഫി ക്യാമറ, ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. 16 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി മോഡാണ്. ഇത് പോർട്രേറ്റ് മോഡാണ്. ഇത് ഫോട്ടോ മോഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്. നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് തന്നെ മോർ സെറ്റിങ്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. സെൽഫി ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഇരുട്ടാണ്. ഇവിടെ ഈ ചെടികളുടെ ഇലകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇരുട്ടാണ്. എന്നാലും നല്ലൊരു ക്യാമറ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വിവോ Y31 എന്ന മോഡലിനകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വിഷ്വലാണ്. അപ്പോൾ ഈ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇവിടെ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്.
പിന്നെ ഒരു കുറച്ച് നോയ്സുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലൈസേഷനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും എന്താ പറയുക, നല്ല ഫോക്കസിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണാം ചെടികളുടെ ഇലകളൊക്കെ നോക്കിയാലും നമ്മൾ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോക്കസിങ് അധികം ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ ഫോക്കസിങ് അധികം പോകുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് 3 ക്യാമറകളെ കുറിച്ച് നോക്കാം. അപ്പോൾ ടോട്ടൽ 3 ക്യാമറയാണ് ഈ ഫോണകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ലെൻസ് എന്നൊരു ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൊക്കെ മോഡും അതുപോലെ സൂപ്പർ മാക്രോ എന്ന മോഡും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ 3 ക്യാമറ എന്ന് പറയുന്നത്. മുകളിലത്തെ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും ബാക്കി 2 ക്യാമറകൾ, ഒന്ന് ബൊക്കെ ക്യാമറയും ഒന്ന് മാക്രോ ക്യാമറയാണ്. നമ്മൾ ഈ ബൊക്കെ ക്യാമറയ്ക്കകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ ആരും ഫോട്ടോ എടുക്കാനോ ഇല്ലാത്ത കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇത്ര ചെടികളുടെ ഫോട്ടോ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് മാക്രോ ക്യാമറയാണ്. നമുക്ക് 4 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഓരോ ഇപ്പോൾ ഈ ഒരു ചെടിയുടെ ഇല വളരെ കൃത്യമായിട്ട് അത്രയും അടുത്ത് പോയിട്ട് വരെ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് മാക്രോ ക്യാമറ എന്ന് പറയുന്നത്. പലർക്കും മാക്രോ ഫോട്ടോഗ്രാഫി ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വാങ്ങിക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് വിവോ Y31 എന്ന് പറയുന്നത്. നമുക്ക് 4 സെൻറ്റിമീറ്റർ വരെ അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വിവോ Y31 എന്ന ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന മോഡലല്ല. നമുക്കറിയാം വിവോയുടെയൊക്കെ V സീരീസ് ഫോണുകളൊക്കെ കുറച്ചുകൂടി ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറക്കുന്ന മോഡലുകളാണ്. എന്നാൽ ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിലോ 17K നോക്കുമ്പോൾ ഓഫ്ലൈനിൽ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാമറ ഫോൺ തന്നെയാണ്. കാരണം ഈ ഫോണിനകത്ത് ഡിസ്പ്ലേ ഫുൾ HD+ ആണ്. അതുപോലെ ഈ ഫോണിൻ്റെ കൂടെ ഹെഡ്സെറ്റ് വരുന്നുണ്ട് ബോക്സിൻ്റെ കൂടെ. അതുപോലെ നല്ലൊരു പ്രോസസ്സറാണ്, 5000 mAh ബാറ്ററിയും അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റും ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോ Y31 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നോക്കാതെ കുറച്ചുകൂടി നമുക്കൊരു പെർഫോമൻസും അതുപോലെ ഈ ക്യാമറയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് Y31 എന്ന് പറയണം. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്ന ഒരു മൊബൈൽ തന്നെയാണ് Y31 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഫോണുകളെക്കുറിച്ച് ഇതുപോലെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ് വീഡിയോയും റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറും Instagram ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താവശ്യത്തിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വിവോ Y31 എന്ന ഫോൺ വാങ്ങിക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന പോലെയുള്ള ഒരു ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.